ഹലോ, ക്രീപ്പി പേപ്പർ വെച്ചിട്ട് നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് നിറത്തിലുള്ള ക്രീപ്പി പേപ്പറും ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയും അതുപോലെ തന്നെ ഗ്രീൻ ടേപ്പും ഒരു യെല്ലോ കളർ പേപ്പർ ഷീറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ ഷീറ്റ് നമുക്ക് ഇത്രയൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി നമുക്ക് പൂ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം നമ്മൾ അതിൽ നിന്നും ഒരു ചെറിയ പീസ് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഒരറ്റത്തായിട്ട് നമ്മൾ ഗ്ലൂ ഇതുപോലൊന്ന് ആ മടക്കൊന്ന് നിവർത്തിയതിന് ശേഷം അതിനുള്ളിലേക്ക് ഗ്ലൂ ഇതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ ഇതുപോലെ എടുത്തതിന് ശേഷം പശ തേച്ച പേപ്പറിന് ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഈ പേപ്പർ പിഞ്ചു പോകും, കാരണം അത്രയ്ക്ക് കട്ടി കുറഞ്ഞ പേപ്പറാണല്ലോ. അതിനുശേഷം നമുക്ക് യെല്ലോ കളർ പേപ്പറിൽ നിന്നും കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി നമുക്ക് മുറിച്ച് മാറ്റാം. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ മുറിച്ച് മാറ്റിയത്. അതിനുശേഷം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ യെല്ലോ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. യെല്ലോ കളറിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ യെല്ലോ കളർ പേപ്പർ നമുക്ക് ക്രീപ്പി പേപ്പർ റോളിനകത്തേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കാം. ചുരുക്കി പിടിച്ചതിന് ശേഷം മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പൂവിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് പൂവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഒന്ന് വിടർന്നിരിക്കുന്ന ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. വളരെ പതിയെ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് നൂത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിനെ വീണ്ടും നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കനം കുറഞ്ഞ രണ്ട് ചെറിയ ലീഫുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ചുറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ലീഫും കൂടി വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് 2-3 ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ ക്രീപ്പി പേപ്പർ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക്